ഹലോ ഫ്രണ്ട്സ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പിന്നെ വന്നിട്ടുള്ള ഒരു സിമ്പിളായി ചെയ്യാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റാണ് ഇത്. ഞാൻ കുറേ കാലമായി ചെയ്യണമെന്ന് വിചാരിക്കുന്നു. അപ്പം പിന്നെ ഒരു കേക്ക് ബോർഡ് ഒരു പഴയതിരിക്കുന്നുണ്ടായിരുന്നു, അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം അതിന് ഞാൻ അതിന് ടിഷ്യൂ പേപ്പർ ഒന്ന് ഒട്ടിച്ചെടുത്തിട്ട് ഡ്രൈ ആക്കിയിട്ട് അതിൻ്റെ മുകളിൽ വൈറ്റ് പെയിൻറ്റ് അടിച്ച് ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്കൊന്ന് ഞാനൊരു ട്രീ വരച്ചിട്ടുണ്ട്. അതൊന്ന് നമ്മൾക്ക് പെയിൻറ്റ് ചെയ്തെടുക്കണം ബ്ലാക്ക് കളറിൽ. അപ്പോൾ നമുക്കൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം. നമ്മൾ ചാനലിൽ നമ്മൾ കൂടുതൽ ഇട്ടിട്ടുള്ളത് ഫുൾ വേസ്റ്റ് മെറ്റീരിയൽ വെച്ചിട്ടുള്ള ക്രാഫ്റ്റാണ്. 15 നമ്മൾ വേസ്റ്റ് മെറ്റീരിയൽ വെച്ചിട്ടുള്ള ക്രാഫ്റ്റാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കേണ്ടതും. അപ്പോൾ നമുക്ക് ഈ ട്രീ ഒന്ന് നമുക്കൊന്ന് കളർ ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഹായ് പറയണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ പറയുന്നതാണേ. അപ്പോൾ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ എന്നോടൊരാൾ ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരുടെ പേര് റിഫ എന്നാണ്. അപ്പോൾ ഒരു ഹായ്. അപ്പോൾ ഈ പെയിൻറ്റ് മൊത്തം നമുക്ക് കൊടുത്തിട്ടെടുത്ത് വന്നാലോ? അപ്പോൾ ഞാൻ ഇന്ന് കൊടുത്തെടുത്തിട്ടുണ്ട്. ഞാൻ ബ്രാഞ്ചസിനൊന്ന് കൊടുക്കാനുള്ളൂ. അപ്പം നമുക്ക് കൊടുക്കാം. അപ്പം അങ്ങനെ ഈ ട്രീ ഒന്ന് മൊത്തം ഞാൻ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മെയിൻ സാധനം എടുക്കാൻ പോവുകയാണ്. അപ്പം ചില ഭാഗങ്ങളൊക്കെ പെയിൻറ്റ് ആവാനുണ്ട്. അപ്പോൾ അവിടെ ഒന്നുകൂടി ഒന്ന് ടച്ചപ്പ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ മെയിൻ സാധനം വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ മഞ്ചാടിക്കുരുകളൊന്ന് ബ്രാഞ്ചസിലൊന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പം ഞാൻ ഫെവിക്കോളാണ് എടുക്കുന്നത്. ഫെവിക്കോളിൻ്റെ വേറെ ടൈപ്പാണ് എടുക്കുന്നത്. ഇത് ഫെവിക്കോൾ വെച്ചിട്ട് ഒട്ടും ഗ്ലൂഗണിൻ്റെ ആവശ്യമൊന്നുമില്ല. ഞാൻ ഇത് പെട്ടെന്ന് തന്നെ ഒട്ടി കിട്ടി. ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചെന്താവാം എന്താണെന്ന് അറിയില്ല, പെട്ടെന്ന് ഒട്ടി കിട്ടി. അപ്പോൾ ഇനി ഇത് അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ് ഞാൻ. എന്നിട്ട് എവിടെയൊക്കെ വെച്ചാൽ ഭംഗി എന്നൊക്കെ നോക്കിയിട്ടാണ് ഇതിൻ്റെ മുകളിൽ ഞാൻ വെക്കുന്നത്. അപ്പോൾ ഇനി ഗ്ലൂ വെച്ചിട്ടൊന്ന് ഞാനൊക്കെ ഒന്ന് ഒട്ടിച്ചെടുക്കുകയാണ്. അടുപ്പിച്ച് വെക്കരുത്, എന്നാൽ ഓവർ ഗ്യാപ്പും പാടില്ല. അങ്ങനത്തെ രീതിയിലാണ് നമ്മൾ ഒട്ടിച്ചെടുക്കേണ്ടത്. നിങ്ങൾക്കൊരു ഐഡിയ അനുസരിച്ച് കിട്ടും. നിങ്ങളൊരു ഐഡിയക്ക് ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ അങ്ങനെ ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഞാൻ മാറ്റി വെച്ചിട്ട് ഒന്ന് ഉണങ്ങാൻ വെച്ചിരിക്കുകയാണ്. ഇനി ഞാൻ കുറച്ച് ഐസ്ക്രീം സ്റ്റിക്കുകൾ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇങ്ങനത്തെ 3 ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ 6 ഉണ്ടാക്കാൻ പറ്റും. 6 ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് സെൻറ്ററിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സെൻറ്റർ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ സെൻറ്റർ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഒന്ന് ഷേപ്പാക്കി കൊടുക്കുക നമുക്ക്. എന്നിട്ട് അതിൻ്റെ മേൾഭാഗം നമുക്ക് റൗണ്ട് പോലെ ഇരിക്കുക. അങ്ങനെ വേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം. പക്ഷെ ഞാൻ അതിൻ്റെ സൈഡൊന്ന് ഞാനൊന്ന് ഒരു കൂർപ്പ് പോലെ ആക്കി കൊടുത്തിട്ടുണ്ട്. ഒരു ട്രയാങ്കിൾ ഷേപ്പിലും അതൊന്ന് നമുക്ക് ട്രെയിൻ്റെ അവിടെ ഒന്ന് സെറ്റാക്കി കൊടുക്കുക. വേലി പോലെ വെക്കാനാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. നമുക്ക് വേണമെങ്കിൽ കളർ എടുക്കും. ഞാൻ കളർ എടുക്കുന്നില്ല. നിങ്ങൾ ബോട്ടിൽ മേലൊക്കെയാണ് ചെയ്യുന്നത് ബ്ലാക്ക് കളർ എടുത്താൽ ഭംഗി ഉണ്ടാവും. പക്ഷേ ഞാൻ ഇത് ഈ ട്രീൻ്റെ മേലെയാണ് വെച്ചെടുക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ വെയിൽ ഒരു മരത്തിൻ്റെ അവിടെ നിന്ന് വെയിൽ അതുപോലെ ചെയ്യണത് റൗണ്ടിൽ നിറച്ച് വെക്കുന്നുണ്ട് കുറച്ചും കൂടിയും. പക്ഷെ അങ്ങനെ വെക്കണ റൗണ്ടിലായി പോകും. നമുക്ക് സ്ട്രൈറ്റ് ആയിട്ടല്ല വേണ്ടത്. അതുകൊണ്ടാണ്
അപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ നമുക്ക് ഫുള്ള് വരച്ച് കൊടുക്കണം. ഞാൻ ഡാർക്ക് ഗ്രീനും കൂടി ഒന്ന് ടച്ചപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അവിടെ ഇങ്ങനെ ഒരു പുല്ലൊക്കെ നിൽക്കുന്ന ഒരു രീതിയിലാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ മൊത്തം ചെയ്തെടുക്കാം. അങ്ങനെ ഇപ്പോൾ മൊത്തം ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് അതിൻ്റെ മുകളിലായിട്ട് ഞാൻ ഒന്ന് നമ്മൾ വാളിന് ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ട് ഒരു റിബൺ അവിടെ നിന്ന് കെട്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ ക്രാഫ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.